അസംബ്ലി ഉണ്ടാകും എല്ലാവരുടെ കയ്യിലേക്ക് ഒട്ടുമിക്ക കുട്ടികളുടെ കയ്യിൽ. Hi everyone, so welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ലെക്സ് അൺബോക്സ് ചെയ്ത് ഭയപ്പെട്ടി. അപ്പോൾ നമ്മളിത് ഓൾറെഡി പൊട്ടിച്ചതാണ്. ആൻഡ് ഇതിൽ എൻ്റെ മാത്രം സാധനങ്ങളാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ കാണിച്ചു തരാം. സോ ഇതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ലഗേജ് പെട്ടിയുണ്ട്. ഇതിൽ അത്ര കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ ഡ്രസ്സ് മാത്രമാണുള്ളത്. ആൻഡ് കുറച്ച് അടുക്കുള്ള സാധനമാണ്. അത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ഞാൻ പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് തന്നെ കുറേ ചോക്ലേറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഫെററോ റോഷർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ഒട്ടാച്ച കൊണ്ട് തരത്തുണ്ട്. ആൻഡ് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോയതുകൊണ്ട് ഞാൻ തന്നെ അതെടുത്തു. എൻ്റെ എന്താ പറയുക, എനിക്ക് ഈ ഡയറി മിൽക്ക് അതേപോലെ തന്നെ ഈ ഫെററോ റോഷറൊക്കെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ആണ്. പിന്നെ ഇത് പിസ്റ്റാഷ്യോ മറ്റേ കൊനാഫ ചോക്ലേറ്റ്സ് ഉണ്ട്, ഒരു ബോൾ ടൈപ്പ് അല്ലേ, ആ ചോക്ലേറ്റ്സിൻ്റെ ഒരു ഇത്. പിന്നെ ഡയറി മിൽക്ക് ആൻഡ് കുറച്ച് കുനാഫ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ കിസ്സസ്. ഇത് ഞാൻ എത്ര കാലം മുന്നേ കഴിച്ചതാണ്. എനിക്കൊന്ന് ഞാൻ നാട്ടിലുള്ള ടൈം ഞാൻ ചെറുപ്പത്തിൽ കഴിച്ചത്. ചെറുപ്പത്തിൽ മീൻസ് ഒരു 3rd സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഞാനിത് ലാസ്റ്റ് കഴിച്ചത്, ഇതേ ഫ്ലേവർ. അപ്പോൾ ഞാൻ ദുബായ് പോയി അവിടെ കണ്ടു. എല്ലായിടത്തും ഉണ്ട്, ബട്ട് അന്ന് ഞാൻ നാട്ടിൽ വരാൻ പോണ സമയമാണ് ഞാനിത് ലാസ്റ്റ് കണ്ടത്. ആൻഡ് ഞാനിത് വാങ്ങിച്ചു. ഇതിൻ്റെ ഫ്ലേവർ മറ്റേ കുക്കീസ് ആൻഡ് ക്രീം, മറ്റേ ചോക്ലേറ്റിനേക്കാളും എനിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം. അതറിയില്ല, എനിക്ക് വൈറ്റ് ചോക്ലേറ്റ്സിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിതാണ് ഭയങ്കര ഇഷ്ടം ഈ ഫ്ലേവർ. പിന്നെ ദുബായ് മോളിൻ്റെ ഒരു ബോട്ടിൽ, ഇത് അച്ഛൻ്റെ കോംപ്ലിമെൻറ്റ്, അവർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോംപ്ലിമെൻ്റ് ആയിട്ടാണ് കിട്ടിയതാണ്. പിന്നെ ദുബായ് പോയതിൻ്റെ ഒരു ഓർമ്മക്ക് അത് ഞാൻ എടുത്തു. ദിസ് തിങ് ബാഗ് ക്ലോസി, നല്ല രസമാണ്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ബാഗാണ്. കുറേ ബാഗ് വാങ്ങിച്ചില്ല, ബട്ട് എന്താ പറയുന്നത്, കളറാണോ അല്ലെങ്കിൽ ഐ ലവ് ദിസ്, എന്താണെന്ന് അറിയില്ല, ബട്ട് ഐ ലവ് ദിസ്. പിന്നെ ഇത് അമ്മയുടെ ബാഗ്. അതെ, പിന്നെ കുറച്ച് ഡ്രസ്സാണ്, കുറേ ടാങ്ക് ടോപ്സ്, കുറച്ച് പാൻസ്, നല്ല മണമുണ്ട്. മറ്റെപ്പോഴും ഈ ബോക്സ് തുറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതായത് നാട്ടിൽ അച്ഛൻ വരുന്ന ടൈമിൽ, അച്ഛൻ വരുന്നതിനേക്കാളും തിരക്ക് എനിക്ക് പെട്ടി പൊട്ടിക്കാനായിരുന്നു ഇൻട്രസ്റ്റ്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തുറക്കുമ്പോൾ വലിയ എക്സൈറ്റ്മെൻറ്റ് ഹാപ്പി ഒന്നുമില്ല. കാരണം ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത സാധനം, ഞാൻ തന്നെ ഇട്ട്, ഞാൻ തന്നെ പാക്ക് ചെയ്ത്, ഞാൻ തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല, ടു ബി ഓണസ്റ്റ്. പിന്നെന്താ, അങ്ങനെ പോകുന്നു, കൂടെ പോകണം. കഴിഞ്ഞ വീട്ടിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ എനിക്ക് നാട്ടിൽ വേണ്ട, എനിക്ക് ദുബായിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ കൊടുക്കച്ചോളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പോവല്ലമ്മ, എന്തായാലും നമ്മൾ പോകും. പിന്നെ നമ്മൾ കുറച്ച് കോച്ചിട്ട്, വീട്ടിൽ നിന്ന് കുറച്ച് കോച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ഡ്രസ്സാണ്, ഇതിലും കൂടുതലും ഡ്രസ്സാണ്. പിന്നെ കുറച്ച് സാധനങ്ങളെ ബാക്കിയുള്ളതായിട്ടുള്ളൂ. ജസ്റ്റ് ഇത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകും. സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ ചെരുപ്പ്, ഐ ഹാവ് ദിസ് വൺ മോർ, ലൈക്ക് ഒരു സെയിം ആയിട്ട് ഇങ്ങനെ സെയിം ആയിട്ടുള്ളത്. പിന്നെ കണ്ടപ്പം ഒന്നുകൂടെ എടുത്തു. ഇങ്ങനെ ഒരു ഹീൽസ്. എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഫ്ലാറ്റ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ബട്ട് എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവായതുകൊണ്ട് ഐ പ്രിഫർ ഹീൽസ്. എന്ത് ചെയ്യാൻ, എന്താ വെച്ചാൽ നമുക്ക് ഹൈറ്റ് ഇല്ലാതെ എൻ്റെ കുത്തല്ലല്ലോ. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് ടെഡി ബിയർ. ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ടെഡി ബിയർ ഒന്നും വാങ്ങിച്ചില്ല, ബട്ട് ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ കൂൾ, ലൈക്ക് സോ ക്യൂട്ട്. സീ, നല്ല മണമുണ്ട്, അടിപൊളി അടിപൊളി സൂപ്പർ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സും കുറച്ച് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ആയിട്ട് 2-3 ടെഡി ബിയേഴ്സ് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ താഴെയാണുള്ളത്. ആൻഡ് അഗെയിൻ ഒരു ചോക്ലേറ്റ്, എന്താ വേഫർ സ്റ്റിക്കോ, ചോക്ലേറ്റ് സ്റ്റിക്കോ, അതാണ് സംഭവം. വാസ്ലിൻ പോലെ ഒരു ക്രീം, ബട്ട് വാസ്ലിൻ അല്ല, കൈൻഡ് ഓഫ്. പിന്നെ വാച്ച്,
അയ്യോ വാച്ച് ഇവിടെ ഭയങ്കര ഇഷ്ടമല്ലേ. ആൻഡ് ദിസ് തിങ് ഇതിങ്ങനെയാണ്. ഇത് പല ടൈപ്പ് ഓഫ് കേബിളാണിത്. എന്തോ ഞാൻ എൻ്റെ ഒരു ലൈറ്റ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത് അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ഇതെന്തിന് യൂസ് ചെയ്യാമോ എനിക്കറിയില്ല. അറിയില്ലതല്ല, എന്താ യൂസ് ചെയ്യാനുള്ളത്. ചാർജറൊക്കെ എല്ലാത്തിൻ്റെ കൂടെയും കിട്ടുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ നമ്മളെ ബോക്സ് ആയിട്ട് വാങ്ങിച്ചതാണ്. പൊട്ടിച്ചിട്ടപ്പോൾ പലതും മിസ്സിങ് ആയി. ഇതൊന്ന്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം ഐ ഗസ്. പിന്നെ ഇത് സ്പ്രേ. ഇതേപോലത്തെ ഇത് ഒരു എന്താ കുറേ പാക്ക് ആയിട്ടുള്ളതാണ്. ബട്ട് ഇതിലൊന്നും കാണുന്നില്ല. വേണമെങ്കിൽ അച്ഛനമ്മയുടെ പെട്ടിയിൽ ഉണ്ടാവണം. പിന്നെന്താ ഇതൊരു മസാജ് ചെയ്യുന്ന സാധനം. ഇതൊന്നും എനിക്ക് വേണ്ടതല്ല. പേസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് ബാഗ്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബ്ലാക്ക് കളർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഇതെല്ലാം എൻ്റെ ഫ്രണ്ട് തന്നതാണ്. ഇതൊരു ആൽബം ബുക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ട്സ് തന്ന വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഫുള്ളി ഇല്ല. ഇതിൽ വേറെ എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് ഉണ്ട്. ഇത് ഇത് ഞാൻ വായിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇതുവരെ വായിച്ചില്ല ഇത് സംഭവം. ഞാൻ സ്കൂള് അടക്കുന്നതിന് മുന്നേ, അതായത് വോറൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം തൊട്ട് ഞാനിതിൽ എഴുതിപ്പിക്കാൻ തുടങ്ങിയതാണ്. സ്റ്റിൽ ഞാനിത് വായിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നാട്ടിലൊന്നും വായിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇതുവരെ വായിച്ചില്ല. സോ ഇത് വായിക്കാൻ ഞാൻ നല്ല ഇൻട്രസ്റ്റഡ് ആണ്. വായിക്കാൻ ടൈം കിട്ടുമ്പോൾ വായിക്കണം എനിക്ക്. പിന്നെ വീണ്ടും ഒരു ബാഗ്. ഇത് റെഡ് കളർ. ഇതിൻ്റെ കളറ് കണ്ടിട്ട് എടുത്തതാണ് ഈ ഒരു ബാഗ്. നല്ല റെഡ്, ഫുള്ളി റെഡ് കളർ. പിന്നെ സ്കിപ്പൻസ്. ഇതിനൊരു സംഭവമുണ്ട്. ഇത് നമ്മൾ ഇങ്ങനത്തെ മാർക്കറിന് ലൈക്ക് എത്ര പീസാണ്, 36 കളേഴ്സാണ് ഇതിലുള്ളത്. ഇത് എപ്പോഴും ഞാൻ ഇത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഇതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എവിടെ പോയപ്പോൾ എനിക്ക് ലൈക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവിൽ കിട്ടി. അങ്ങനെ വാങ്ങിച്ച സാധനമാണ് ഇത്. അന്ന് നോക്കിയപ്പോൾ ഇത് നല്ല രീതിയിൽ പറ്റുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് കൊള്ളാം. പിന്നെ കളർ പെൻസിൽ. പിന്നെ ഇതൊരു ബാഗ്. ഇത് ഞാൻ ഇതിന് മുന്നേ നാട്ടിലെങ്ങും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബാഗ്. ബീച്ച് സൈഡിലൊക്കെ സ്റ്റാളിലൊക്കെ ഉണ്ടാവണം ഐ ഗസ്. ബട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ബാഗ് കണ്ടപ്പോൾ വാങ്ങിച്ചു. പിന്നെ ഷാംപൂ. ഈ ഷാംപൂ വാങ്ങിച്ചതിൽ ഞാൻ ഒട്ടും തൃപ്തിയല്ല. കാരണം ഞാനെപ്പോഴും നല്ല നമ്മളിപ്പോൾ ഷാംപൂ ചെയ്ത് നല്ല പാറി നിൽക്കുന്ന രീതിയിലുള്ള ഷാംപൂണ് വാങ്ങിക്കുക. ഇത് വാങ്ങിച്ചത് എൻ്റെ അമ്മയാണ്. ഇതെന്താ എൻ്റെ ഹെയർ ഫോൾ ഷാംപൂ. ഇതിനങ്ങനെ ഇതൊന്നും ഉണ്ടല്ലോ. കാരണം ഞാൻ ഇതിന് മുന്നേ ഞാൻ ഏതൊരു ഹിമാലയ എന്നാന്ന് തോന്നുന്നല്ലേ, ഹിമാലയയുടെ ഒരു അവക്കാഡോ സംതിങ് എന്തോ, ഇതെന്താ പറയുക പൂട്ടാണോ എന്തോ ഒരു സാധനം അങ്ങനെ വാങ്ങിച്ചിട്ട് അതിന് വലിയ പാകമൊന്നും വരുന്നില്ല. ചുമ്മാ ഇട്ടിട്ട് ജസ്റ്റ് ഹെയർ സ്ട്രെയിറ്റ് ആവും. പക്ഷെ ഭയങ്കരമായിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല പാറി നിൽക്കുന്ന രീതിയിൽ നിൽക്കൂല. അപ്പോൾ ഇത് വാങ്ങിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ അമ്മ വാങ്ങിച്ചുകൊണ്ടാണ്. എന്ത് ചെയ്യണം, ഞാൻ അമ്മനോട് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേണ്ട അപ്പോൾ അന്നൊക്കെ ഉണ്ടേ. പിന്നെ ഇതിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ക്രീം അല്ല മറ്റേ ഗ്ലിസറിൻ. പിന്നെ ബോഡി ലോഷൻ ശീലമുണ്ട്. ബോഡി ലോഷൻ ഇടുന്നുണ്ടേ. This thing. See how cute it is. ഇത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ പാത്രത്തിൽ വാങ്ങിച്ചപ്പോൾ വളരെ ഓൾഡ്. ബട്ട് ഞാൻ ഓൾഡല്ല. പാത്രം വാങ്ങിക്കുന്ന അത്ര തെറ്റൊന്നല്ലല്ലോ. എന്താ സംഭവം വെച്ചാൽ എൻ്റെ അമ്മയുടെ കൂടെ നടന്ന് എനിക്കും ഇങ്ങനെ വളരെ നല്ല പാത്രങ്ങൾ കാണുമ്പോൾ എനിക്കതൊരു ഒരു മോഹം വാങ്ങിക്കാൻ. അങ്ങനെ വാങ്ങിച്ച സാധനമാണ്. പിന്നെ ഞാൻ കുറേ കുക്കിംഗ് വീഡിയോസിൽ ഞാൻ ഇങ്ങനത്തെ കുറേ ക്യൂട്ട് പാത്രങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ബേബി പിങ്ക് ഷെയ്ഡിലുള്ള
ഇത് പാനല്ലേ, പെനബോള സോസ്പാൻ. സോസ്പാൻ അത് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയില്ല, ബട്ട് റിയൽ ആയിട്ട് കാണാൻ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഞാൻ കുറേ പാത്രം അമ്മ എന്നെ കുറേ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ഇതാണ്. അമ്മക്ക് ഇത് നല്ല ഇഷ്ടമായി, അങ്ങനെ നമ്മൾ രണ്ടാളും വാങ്ങിച്ചതാണ്. സോ ക്യൂട്ട് കളർ. ഇതേപോലത്തെ കുറേ സെറ്റ് വാങ്ങിക്കണം, ഇതിങ്ങനെ അടുപ്പിച്ചെടുപ്പിച്ചേക്കണം. പിന്നെ ഇങ്ങനെ എന്താ അവിടെ നിന്ന് എവിടെ നോക്കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പറയുന്നുണ്ട് അമ്മ. പിന്നെ അടുത്തത് ദിസ് ബാഗ്. ഇത് മറ്റേ എന്താ ഇപ്പോഴത്തെ ഇതിൽ വരുന്ന വലിയ സ്ട്രാപ്പില്ലാത്ത കുഞ്ഞു സ്ട്രാപ്പായിരുന്നു, കുഞ്ഞു ബാഗ്. ഇത് ഞാൻ നേരത്തെ ആ റെഡ് കളറിൻ്റെ പറഞ്ഞില്ലേ, അതേപോലെ ഇതിൻ്റെ കളർ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പേർപ്പിൾ കളർ. എനിക്ക് പേർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേർപ്പിൾ കളർ ബ്ലാക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചൊരു ബാഗാണ് ഇത്. പിന്നെ ക്ലിപ്സ്. ഇതൊക്കെ ഇത് പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിംഗ് റാപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. എല്ലാത്തിലും ഏകദേശം ക്ലിംഗ് റാപ്പ് ഉണ്ട്, കൊണ്ടുവന്ന സാധനത്തിലധികം. സീരിയസ് ക്ലിപ്സ്. സ്കിപ്പിംഗ് റോപ്പ്. ഇതിന് ഉപയോഗിക്കാന്നറിയില്ല, എവിടുന്നോ പോയപ്പോൾ ഒരു ഇത് തോന്നിട്ട് വാങ്ങിച്ചതാണ്. യൂസ് ചെയ്താൽ നല്ല സോപ്പ്. ഇത് ഒരു ഹെർബൽ സോപ്പാണ്, പിമ്പിൾസിനൊക്കെ പറ്റിയ ഒരു സോപ്പ്. അഗെയിൻ ഒരു വാച്ച്. അത് നേരത്തെ കാണിച്ചു പോലെ തന്നെ സെയിം ആണ്. എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഞാൻ സെയിം ആയിട്ട് എടുത്തതാണ് ദിസ് വാച്ച്. പിന്നെ ഇത് ആക്ച്വലി ഒരു സെറ്റിൽ നല്ല ബോക്സിൽ കിട്ടിയതാണ്. ബട്ട് ആ ബോക്സ് വെക്കുമ്പോഴത്തേനും ഫുള്ള് സ്ഥലം പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ക്ലീൻ റാപ്പ് ചെയ്ത് കൊണ്ടുപോകും. ക്ലീൻ റാപ്പ് പൊട്ടണമെന്ന് വിചാരിച്ചിട്ട്. ഇത് മറ്റേ ഈ ബ്രഷ് ടൈപ്പ് കോം ആൻഡ് മിറർ ആൻഡ് ബാക്കിലൊരു കോമ്പുണ്ട്. അത് പിന്നെ ഐ എം റിയലി എക്സൈറ്റഡ് ടു യൂസ് ദിസ്. ഇത് ഇലക്ട്രിക് ബീറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റേ കുഞ്ഞി കോഫിയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാനിത് കുറേ നോക്കിയിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു കോഫി പേഴ്സൺ അല്ല, ബട്ട് ഐ ലവ് കോഫി. ഞാൻ ഒരു ചായ കുടിക്കുന്ന ആളാണ്. പക്ഷെ ഇത് കണ്ട് പിന്നെ ഞാൻ കോഫി അങ്ങനെ കുടിക്കലുണ്ട്, കുടിക്കാത്തൊരാളല്ല. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി വാങ്ങിച്ചതാണ്. നല്ല മിൽക്കൊക്കെ നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടിഷ്യൂ പേപ്പർ. ഇതും ബൾക്കായിട്ട് വാങ്ങിച്ചതാണ്. അത്രയും ബൾക്കായി വാങ്ങിക്കുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റിലുണ്ടത്. അപ്പോൾ അത് എന്താ കൂടുതലാണ്, സ്ഥലം പോകുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി ഇട്ടിട്ട് കൊണ്ടുവന്നതാണ്. ഇനിയും ഉണ്ട്, അടുത്ത വീട്ടിലുണ്ടാവും. പൗച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. വലിയ പൗച്ചാണ്. വലിയ പൗച്ചിനും ചെയ്തിട്ടുള്ളൂ. മറ്റേ സ്പോഞ്ച് ഉണ്ടാവണം ഐ ഗസ്. സി ക്യൂട്ട്. പിന്നെ UAE ഫ്ലാഗ്. ഇത് UAE നാഷണലിലേക്ക് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാൻ. ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ ബോൾ കാണുന്നില്ല, കഴിഞ്ഞ് പോയി തോന്നും. ഇതിലുണ്ടാവണം. സി അങ്ങനെ വാങ്ങിച്ച ഫ്ലാഗാണ്. അപ്പം അത് ഞാനിവിടെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ സ്മോൾ ടെഡി. ഇത് എൻ്റെ ബാഗിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ ആ ബാഗ് അവിടെ കളഞ്ഞിട്ട് വന്നു. ടെഡി ഞാൻ എടുത്തു, കുഞ്ഞു ടെഡി. അതുകൊണ്ട് അതെടുത്തു. ക്ലിപ്സ്, ഫ്ലവർ ക്ലിപ്സ്. ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ ക്ലിപ്പ് ക്യൂട്ട്. നല്ല കളർ, മിക്സ്ഡ് കളർ, ഡ്യുവൽ കളേഴ്സ് വരുന്നതാണ്. പിന്നെ ഇത് യൂനോ കാർഡ്സ് ആണ്. ആക്ച്വലി നാട്ടിലൊക്കെ യൂനോന്ന് എതിരാണ് യൂനോ കാർഡ്സ് ഇട്ടത്. ഞാനവിടെ UAE പോയ ഒരുപാട് ഭയങ്കര ബോറടിയാണ്, പോയൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇവരെ ആക്ച്വലി ഓഫീസിൽ നിന്ന് ഉണ്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. എനിക്ക് ഇതിൻ്റെ 2 ബോക്സ് ഉണ്ട്. ഒരു ബോക്സ് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ ഒരു ബാഗ്. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞില്ല, ടെഡി കുറച്ച് സാധനം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക്
കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗ് ഞാൻ പറഞ്ഞ റെഡ് ബാഗ്, പേർപ്പിൾ ബാഗ്, അറ്റഡി ആൻഡ് ദിസ് ബ്ലാക്ക്. ഇത് പേഴ്സായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഉള്ളിൽ സ്ലിങ്ങും ഉണ്ട്. റിയലി ഗുഡ്. സി നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ് എന്ന് പറയട്ടെ, പേഴ്സ് ആൻഡ് ബാഗ് അങ്ങനെ പറയാം. രസല്ലേ. അത് പിന്നെ ഈ ഒരു ലൈറ്റ്, ഇത് നമ്മൾ എന്താണ് സെൽഫി റിംഗ് ലൈറ്റ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു കേബിൾ മാതിരത്തെ സാധനം കിട്ടിയത്, ഇതിൻ്റെ കൂടെയാണ് അത് കിട്ടിയത്. അപ്പോൾ ഇത് ഞാൻ സിംഗിളായിട്ട് ഇത് മാത്രം തരുമോ ഇല്ല, അത് മാത്രമല്ല, ഇത് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് രണ്ടും എടുത്തു. പിന്നെ സോക്സ്. സി ആക്ച്വലി ഇത് റബ്ബർ ബാൻഡ് ഇട്ടത് ഞാനാണ്, ഇത് പാക്കായിട്ട് വരുന്നത്. പിന്നെ എനിക്കൊന്ന് വരുമ്പോൾ യൂസ് ചെയ്യേണ്ടതുകൊണ്ട് അങ്ങനെ എടുത്തു. അത് അഗൈൻ ഒരു ബാഗ്. ഇത് എത്ര കാലം ഇത് ഇറങ്ങിയൊരു ടൈം, ഈ ഒരു ബോക്സ് ടൈപ്പ് ബാഗ് ഇറങ്ങിയ ടൈം ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞതാണ് വാങ്ങിച്ചു തരണം. അൺഫോർച്ചുനേറ്റ്ലി അന്ന് എനിക്ക് വാങ്ങിച്ചു തന്നില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് 2 വർഷം തന്നെ അത് അതിന് മുന്നേ ഞാൻ ഇതെന്ന് പറഞ്ഞതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിക്കുന്നത്. അതും UAE പോയിട്ട്. നാട്ടിൽ ഇത്രയും കിട്ടുന്ന സമയത്ത് ഞാൻ UAE പോയിട്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത്. എൻ്റെ ഇത് ഗതികേട് ആലോചിച്ചപ്പോൾ. പിന്നെ ഇത് മാമ എഴുത്തേണ്ട ഫേസ് വാഷ്, വൈറ്റമിൻ സി. ആക്ച്വലി എനിക്ക് മറ്റേ റൈസ് സംഭവം എന്തോ ഉണ്ട്, അതായിരുന്നു എനിക്ക് വേണ്ടത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ബട്ട് ഇത് വൈറ്റമിൻ സിയുടെ ആണ്. ഇപ്പോൾ ഉള്ളത് ഞാൻ എടുത്തു. ഞാൻ മറ്റേ റൈസിൻ്റെ എന്തായിരുന്നു അതിൻ്റെ പേരാണ് ഓർമ്മയില്ല, അതായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ഫാൻ, മിനി ഫാൻ. ഇത് ഞാൻ കുറേ തപ്പാണ്. നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ അസംബ്ലി ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ കയ്യിലേക്ക്, ഒട്ടുമിക്ക കുട്ടികളുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും, മിനി ഫാൻ. അടിപൊളിയാണ്. നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്, നല്ല കാറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു ടൈം പീരീഡ് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈലൈറ്ററാണ്. സി പേസ്റ്റൽ കളേഴ്സിലുള്ള ഹൈലൈറ്റർ. പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം. എഗെയിൻ ഒരു ചെരുപ്പ്. ഈ ചെരുപ്പ് എടുക്കുമ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര ഫ്ലാറ്റാണ്. ബട്ട് ഇറ്റ്സ് ടു കംഫർട്ടബിൾ. ഇടാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ. എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുണ്ട് കുത്ത. നമ്മൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഹീൽസ് എടുക്ക് പറയണത്. പക്ഷേ കംഫർട്ടബിൾ കൂടെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ എടുത്ത ചെരുപ്പാണ് അത്. ആൻഡ് ദിസ് ബോക്സ്, ഇത് നമ്മൾ കണ്ടിട്ടല്ല, നമ്മൾ പണ്ട് മൂവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതേപോലത്തെ ബോക്സിലാണ് നമ്മൾ ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ ഇട്ട് വെക്കുക. അപ്പം അങ്ങനെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. കിട്ടിയതാണ് അങ്ങനെ എന്തോ ആണ്. സി എന്താ ഗുഡ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഫുള്ളിവിടെ ഫ്ലവർ തിങ്ങിയായിട്ട് കൊള്ളാം. പിന്നെ ഇതിന് അത്ര നല്ല പറയും. ഇതിൽ ഓരോ ബോട്ടിലും ഓരോ ഫ്ലേവറാണ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലേവറാണ്. എല്ലാം സെയിം അല്ല, എല്ലാം ഒരു മണത്തൊക്കെ ഒരു മിക്സ്ഡ് ഫ്ലേവേഴ്സാണുള്ളത്. പിന്നെ ഫാബ്രിക് കാസ്റ്റലിൻ്റെ ക്രയോൺസ്. ഇത് കൊണ്ടുവന്നിട്ട് ഒടിഞ്ഞ് പോയി. ഇവിടെ ചെറിയൊരു ക്രയോൺസ്. കളർ ചെയ്യുന്ന ഒരാളെന്നല്ല, ബട്ട് എന്തെങ്കിലും മസേനസ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടൊക്കെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് ചെയ്യണ്ടേ. പിന്നെ ദിസ് ബാഗ്. അയ്യോ, ഇത് ആക്ച്വലി നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് ബാഗാണ്, എല്ലാവർക്കും കിട്ടും. പിന്നെ ഇത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. നല്ല രസമുണ്ട്. ഇവിടെയും ഒരു സെക്ഷൻ ഉണ്ട്, അതിന് ഉള്ളിലും ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞത് ഇത് 2 എണ്ണേ ഇതിലുള്ളൂ, വേറെ ബാക്കിയുള്ള 2 മെറ്റീരിയൽസ് ഉണ്ടാവും. ബ്ലാങ്കറ്റ്, ലാസ്റ്റ് ബ്ലാങ്കറ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ പിങ്കും മെറൂൺ കളറും അന്വേഷിച്ചങ്ങോട്ട് എടുത്തതാണ്. കാരണം എൻ്റെ റൂമിൻ്റെ കർട്ടൻ പിങ്കും ഏകദേശം ഈ ഒരു മെറൂൺ കളറുമാണ്. അപ്പം അങ്ങനെ എല്ലാവരും മേക്കോവറൊക്കെ ചെയ്യുമ്പോൾ നല്ല എന്താ മിക്സ് അല്ല എന്താണ് സെയിം ആക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തപ്പിപ്പിടിച്ചെടുത്തതാണ് അത്. പിന്നെ ഈ ഒരു ബോക്സിൽ കുറച്ച് സാധനം ഞാനതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അടുത്തത് ഈ ബോക്സ് ലഗേജ് ആണ്. ഇത് കാര്യമായിട്ടൊന്നുമില്ല, എൻ്റെ ഡ്രസ്സാണ് കൂടുതലും.
ഈ ഒരു സെക്ഷൻ ഫുള്ള് എൻ്റെ ഡ്രസ്സാണ്. പിന്നെ ഓക്കെ കുറച്ച് സാധനം ചെയ്തൊരു സോപ്പ്. ഇത് ഗ്ലിസറിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സോപ്പാണ്. ഇത് ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്തതാണ്. ആൻഡ് ഫേക്ക് നെയിൽസ്. ഇതിൽ കുറച്ച് ന്യൂ വൺസും ഉണ്ട്, ഓൾഡ് വൺസ് ഞാൻ യൂസ് ചെയ്തതും ഉണ്ട്. ഞാൻ മുന്നേ വരുമ്പം യൂസ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ കളറൊക്കെ കാലം നിൽക്കുമെന്ന് അറിയില്ല, ബട്ട് കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, അങ്ങനെ എടുത്തതാണ് ഇത്. ആൻഡ് സി വരുന്നില്ല. ഇത് മാലയും പിന്നെ ഇയറിങ്സും വരുന്ന 2 സെറ്റ്. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ എടുത്തതാണ്. എൻ്റെ ദുബായ് ഓർമ്മകളിൽ ഞാൻ ഇൻക്ലൂഡ് വെക്കാൻ വെച്ച സാധനം എൻ്റെ ID കാർഡ്. ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ പോയ മതി 9th സ്റ്റാൻഡേർഡിലുണ്ടായ ID കാർഡാണ് ഇത്. ആൻഡ് ഇത് 10th സ്റ്റാൻഡേർഡിൽ ഇത് യൂണിഫോം ഇട്ടിട്ടുള്ളതാണ്. ഇത് ഞാൻ മറക്കാതെ എടുത്ത ഒരു സാധനം എനിക്ക് പറയാം. ഇത് നല്ല ഓട്ടോഗ്രാഫ് ബുക്കൊക്കെ. പിന്നെ ലബലോടെ ലിപ് ബാം. ഇത് ഈ ഷെയ്ഡ് ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്. ഇത് ബ്ലാക്ക്ബെറിയാണ് ഷെയ്ഡ്. നല്ല നല്ല സാധനം. ഞാൻ അവിടെ നിന്ന് യൂസ് ചെയ്തിട്ടാണ്. അടിപൊളിയാണ് ഈ ഒരു ഷെയ്ഡ്. പിന്നെ എൻ്റെ ഐലൈനർ ഞാൻ യൂസ് ചെയ്തതാണ്, പുതിയതൊന്നല്ല. പിന്നെ ഒരു ടവല്. അത് പിന്നെ ഇതിലും എൻ്റെ കൂടുതലും ഡ്രസ്സാണ്. ആകെ ഈ ഒരു ഫ്ലവർ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചൊരു മീഡിയം സൈസ്, ഇത് അതിൻ്റെ വലിയ സൈസ്. കിടന്ന ഡ്രസ്സിൽ എല്ലാം ഇത് എനിക്ക് ഇതിനേക്കാളും ഇതാണ് ഭയങ്കര ഇഷ്ടമായി. ഇതിലെനിക്ക് ബ്രൗൺ കളറും നല്ല ഇഷ്ടപ്പെട്ടു. ദിസ് ബ്രൗൺ കളർ ആൻഡ് ദിസ് ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡ്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ സാധനങ്ങൾ. ഇതുകൂടെ കഴിഞ്ഞാൽ ബാക്കി ഇതെല്ലാം എൻ്റെ ഡ്രസ്സാണ്. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. ആൻഡ് ഇനി അടുത്ത പ്രാവശ്യം ദുബായി പോയിട്ട് വേണം കുറേ സാധനങ്ങൾ വീണ്ടും വാങ്ങിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.